പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ യാത്ര കോഴിക്കോട് ജില്ലയിലെ അകലാപ്പുഴയിലേക്കാണ്. അകലാപ്പുഴ ഇപ്പോൾ വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള നൂറുകണക്കിന് സഞ്ചാരികളാണ് നിത്യവും ഇവിടെ സന്ദർശിക്കാനെത്തുന്നത്. ചെറിയ ചെലവിൽ നല്ലൊരു ബോട്ട് യാത്ര, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. സഞ്ചാരികളെയും കാത്ത് കൂറ്റൻ ഹൗസ് ബോട്ടുകളും ഷിക്കാര ബോട്ടുകളും പെഡൽ ബോട്ടുകളും എപ്പോഴും ഇവിടെ റെഡിയാണ്. കോഴിക്കോടിൻ്റെ കുട്ടനാട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കായലാണ് അകലാപ്പുഴ. പേരുപോലെ അകലമുള്ള പുഴയാണിത്. വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ ഈ പുഴ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. തുരുത്തുകൾ, കണ്ടൽക്കാടുകൾ ഈ പുഴയുടെ ഒരു പ്രത്യേകതയാണ്. പുഴയുടെ പാർശ്വഭാഗങ്ങളിലുള്ള തെങ്ങിൻ തോപ്പുകൾ നല്ലൊരു ആകർഷണമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും സമ്പന്നമായ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഈ പുഴയിലൂടെയുള്ള ഒരു യാത്ര ഏതൊരു സഞ്ചാരിയുടെയും മനം കുളിർപ്പിക്കുന്നതായിരിക്കും. പല മീറ്റിങ്ങുകളും കുടുംബ സംഗമങ്ങളും ഒഫീഷ്യൽ മീറ്റിങ്ങുകളും ഇപ്പോൾ ഈ പുഴയിലാണ് നടക്കുന്നത്. മാത്രവുമല്ല, കല്യാണം വരെ ഇവിടെ നടക്കാറുണ്ടത്രേ. അകലാപ്പുഴയിലെ ഹൗസ് ബോട്ട് കൂറ്റനാണ്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതേപോലെ ഷിക്കാര ബോട്ടുകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പെഡൽ ബോട്ടുകളും ഇവിടെ ഉണ്ട്. പുഴ നിറയെ എപ്പോഴും പല വലുപ്പത്തിലുള്ള ബോട്ടുകളാണ്. ഈ പുഴയുടെ ഒരു പ്രത്യേകത അതിൻ്റെ ശാന്തത തന്നെയാണ്. എപ്പോഴും ഒരു ശാന്ത സ്വഭാവക്കാരിയാണ് ഈ പുഴ. ശാന്തമായ പുഴയുടെ ഓളപ്പരപ്പിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യുമ്പോൾ പുഴയുടെ ശാന്തത സഞ്ചാരികളുടെ മനസ്സിലും നിറയും. മറ്റൊരു പ്രത്യേകത, യാത്രയിൽ ഏറ്റവും പ്രധാനം ഭക്ഷണം തന്നെയാണ്. ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഭക്ഷണമൊക്കെ സുലഭമായിട്ട് ലഭിക്കും. 2-3 മണിക്കൂർ പുഴയിൽ യാത്ര ചെയ്ത് കരയിലെത്തി ഇതേപോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അല്ലെങ്കിൽ ഭക്ഷണം യാത്രയിൽ തന്നെ കഴിക്കുകയും ചെയ്യാം. മറ്റൊരു പ്രത്യേകത, അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് അകലാപ്പുഴ. ഫോട്ടോ, അതേപോലെ റീൽസ്, ഇതൊക്കെ ഒരു അനിവാര്യ ഘടകമാണല്ലോ. അതുകൊണ്ട് അടിപൊളി ഫോട്ടോ സ്പോട്ടാണ് അകലാപ്പുഴ എന്ന് പറയാം. പിന്നെ ഇവിടുത്തെ ഉദയാസ്തമയ കാഴ്ചകൾ ഒന്നും പറയാനില്ല, അതൊരു സൂപ്പറാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഇവിടത്തേക്കുള്ള യാത്ര, ഈ പുഴയിലൂടെയുള്ള അകലാപ്പുഴയിലൂടെയുള്ള യാത്ര നല്ലൊരു അനുഭവമായിരിക്കും. ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. കാരണം ഇത് പുഴയാണ്. പുഴയ്ക്ക് ഒഴുക്കും ആഴവും കുറവാണ്, പക്ഷേ വലിയ ജലാശയമാണ്. അതുകൊണ്ട് പുഴയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നല്ല ജാഗ്രത വേണം, നല്ല ശ്രദ്ധ വേണം, നല്ല സുരക്ഷാ ബോധം ഉണ്ടായിരിക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് ഒരിക്കലും മറന്നു പോകരുത്. അങ്ങനെ അകലാപ്പുഴ നിങ്ങളെ വിളിക്കുകയാണ്. അകലാപ്പുഴയുടെ സൗന്ദര്യം കാണാൻ നിങ്ങളും കടന്നു വരിക. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക്, പ്രിയപ്പെട്ട മിത്രങ്ങൾക്കൊക്കെ
ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇടയ കന്യകേ പോവുക നീ ഈ അനന്തമാ ജീവിത വീഥിയിൽ ഇടരാതെ കാലിടരാതെ. ഇടയ കന്യകേ പോവുക നീ ഈ അനന്തമാം ജീവിത വീഥിയിൽ ഇടരാതെ കാലിടരാതെ. ഇടയ കന്യകേ പോവുക നീ കണ്ണുകളാലെ അന്വേഷിച്ചു നീളേ. കണ്ണുകളാലെ അന്വേഷിച്ചു നീളേ. കണ്ടെത്തും നീ മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ. കണ്ടെത്തും നീ മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ. ഇടയ കന്യകേ പോവുക നീ ഈ അനന്തമാം ജീവിത വീഥിയിൽ ഇടരാതെ കാലിടരാതെ. ഇടയ കന്യകേ പോവുക നീ കൈയുയർത്തിയ കുരിശും കൊണ്ടേ കാൽവരി പൂദൂരേ. കൈയുയർത്തിയ കുരിശും കൊണ്ടേ കാൽവരി പൂദൂരേ. നിന്നാത്മാവിൽ ഉയിർത്തെണീക്കും കണ്ണീരൊപ്പും നാഥൻ. നിന്നാത്മാവിൽ ഉയിർത്തെണീക്കും കണ്ണീരൊപ്പും നാഥൻ. ഇടയ കന്യകേ പോവുക നീ ഈ അനന്തമാം ജീവിത വീഥിയിൽ ഇടരാതെ കാലിടരാതെ. ഇടയ കന്യകേ പോവുക നീ.